അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എവർക്കും അൽ കുനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അറബി ഭാഷയിലെ ഹത്തയുടെ ഉപയോഗമാണ്. ഹത്ത 3 രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫായിദത്തുൻ തുസ്തഅമലു ഹത്ത ഫിൽ ലുഗത്തി അലാ സലാസത്തി ഔജുഹിൻ. ഭാഷയിൽ ഹത്തയെ 3 രൂപത്തിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. ഒന്ന്, ജറിൻ്റെ ഹർഫായിട്ട് ഉപയോഗിക്കും, അതുപോലെ തന്നെ ഇസ്തിനാഫിൻ്റെ ഹർഫായി, അതുപോലെ അത്ഫിൻ്റെ ഹർഫായിട്ട്. ആദ്യമായി ജറിൻ്റെ ഹർഫ് വരുന്ന രൂപം. അൽ വജ്ഹുൽ അവ്വലു തകൂനു ഹർഫ ജറിൻ. ഈ ഹത്ത ജറിൻ്റെ ഹർഫാകുന്നത് വദാലിക ഫി മൗളിഇനി 2 സ്ഥലങ്ങളിലാണ്. ഒന്നാമതായി ഇൻ ജാഅ ബഅദഹ മുളാരിഉൻ മൻസൂബൻ. ആ ഹത്തയ്ക്ക് ശേഷം മൻസൂബായ മുളാരിയായ ഫീൽ വന്നു. ഏതുപോലെ കൽ അംസിലത്തി സാബിഖ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒരു ഉദാഹരണത്തിന് നമുക്കൊന്ന് പറയാം. ഒരായത്ത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ഹത്താ തുൻഫിഖു എന്ന സ്ഥലത്ത് ഇവിടെ ഹത്ത എന്നുള്ളത് ജറിൻ്റെ ഹർഫാണ്, ശേഷം ഫീൽ മുളാരി മൻസൂബാണ് വന്നിട്ടുള്ളത്. വഫീ ഹാദിഹിൽ ഹാലത്തി, ഈ അവസ്ഥയിൽ ഹത്ത എന്നുള്ളത് ജറിൻ്റെ ഹർഫാണ്. യജുറുൽ മസ്ദറൽ മുഅവ്വല മിൻ അനിൽ മുളമറത്തി വൽ ഫീൽ ബഅദഹ. മറക്കപ്പെട്ട അന്നിനാലും അതുപോലെ തന്നെ ഫീലും, ആ ഫീലിൽ നിന്നുമുള്ള തഅ്വീൽ ചെയ്യപ്പെട്ട മസ്ദറിന് ഈ ഹത്ത എന്നുള്ളത് ജറ് ചെയ്യും. ഇനി രണ്ടാമതായി ഇൻ ജാഅ ബഅദഹ മുഫ്രദൻ മജ്റൂറൻ. ആ ഹത്തയ്ക്ക് ശേഷം മുഫ്രദായ മജ്റൂറായ ഒരു ഇസ്മ വന്നു. അതിനുള്ള ഉദാഹരണമാണ് സലാമുൻ ഹിയ ഹത്ത മത്ലഇൽ ഫജർ. ഇവിടെ ഈ ഹത്ത എന്നുള്ളത് ജറിൻ്റെ ഹർഫാണ്, മത്ലഇ എന്നുള്ളത് മജ്റൂറാണ്. ഹത്ത കൊണ്ട് ജറ് ചെയ്യപ്പെട്ട ഇസ്മാണ്. ഇവിടെ ജറിൻ്റെ അടയാളം കസ്റത്താണ്. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് അള്ളാഹുവിൻ്റെ ഖൗല് ഫദറുഹും ഫീ ഗംറതിഹിം ഹത്ത ഹീൻ. ഇവിടെ ഹത്ത ഹീൻ, ഹത്ത എന്നുള്ള ജറിൻ്റെ ഹർഫാണ്. ശേഷം വരുന്ന ഹീൻ എന്നുള്ളത് അത് ഹത്ത കൊണ്ട് ജറ് ചെയ്യപ്പെട്ട ഇസ്മാണ്. ഇവിടെയും ജറിൻ്റെ അടയാളം കസ്റത്താണ്. ഇനി ഒന്നാമതായി നമ്മൾ ജറിൻ്റെ ഹർഫായിട്ട് ഹത്ത വരുമെന്ന് പറഞ്ഞു. ഇനി രണ്ടാമതായി തകൂനു ഇസ്തിഇനാഫിയത്തൻ. ഹത്ത ഇസ്തിഇനാഫിയാവും, അതായത് ഇബ്തിദായിയായി വരും എന്ന് പറഞ്ഞാൽ ഐ തകൂനു ഹർഫൻ തുബ്തദഉ ബഅദഹു അൽ ജുമലു. ആ ഹത്തയ്ക്ക് ശേഷം ജുംല തുടങ്ങപ്പെടും. മാത്രമല്ല വതുഖ്തു അമ്മാ ഖബ്ലഹ മിൻ നാഹിയത്തിൽ ഇഅറാബി. ഇഅറാബിൻ്റെ ഭാഗത്തിലൂടെ അതിന് മുമ്പുള്ളതിനെ തൊട്ടുള്ള ശേഷമുള്ളതിനെയും അതിനെ ഖത്അ ചെയ്യുകയും ചെയ്യും, മുറിക്കുകയും ചെയ്യും. അതിന് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന്, ഇൻ ദഖലത അലൽ ജുംലത്തുൽ ഇസ്മിയ. ഇസ്മിയായ ജുംലയുടെ മേൽ ഹത്ത പ്രവേശിച്ചാൽ ആ ഹത്ത ഇസ്തിനാഫിയായിരിക്കും. അതിനുള്ള ഉദാഹരണമാണ് ഹളറൽ ളുയൂഫു ഹത്ത സൈദുൻ ഹാളിറുൻ. അതിഥികൾ വന്നു, ഹാജരായി, സൈദ് ഹാളറായി. ഇവിടെ ഹത്ത എന്നുള്ളത് ഇസ്തിനാഫിൻ്റെ ഹർഫാണ്. സൈദുൻ എന്നുള്ളത് മുബ്തദയാണ്, ഹാളിറുൻ എന്നുള്ളത് ഖബറാണ്. അപ്പോൾ ഈ സൈദുൻ ഹാളിറുൻ എന്നുള്ളത് ഇസ്മിയായ ജുംലയാണ്. ആ ജുംലയിലാണ് ഈ ഹത്ത പ്രവേശിച്ചത്. മാത്രവുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇഅറാബിൻ്റെ ഭാഗത്തിലൂടെ നോക്കുമ്പോൾ അതിന് മുമ്പുള്ളതുമായിട്ട് ശേഷമുള്ളതിന് ബന്ധവുമില്ല. ഇതാണ് ഇസ്തിനാഫിയായത്. അതുപോലെ ജരീറിൻ്റെ ഖൗല് ഫമാസാലത്തിൽ ഖത്ലാ തമുജൂദി മാഅഹ ബിദ്ജിലത ഹത്താ മാഉ ദിജ്ലത അശ്കലൂ. കൊല്ലപ്പെടുന്നവർ, ഫമാസാലത്തിൽ ഖത്ല, കൊല്ലപ്പെടുന്നവരെല്ലാം തമുജ് ദിമാഅഹ, അവരുടെ രക്തങ്ങൾ തുപ്പിക്കളയുന്നുണ്ട്, ബിദ്ജില, ടൈഗ്രീസ് നദിയിൽ. അങ്ങനെ ടൈഗ്രീസ് നദിയിലെ വെള്ളം അതാകെ അഷ്കലായിട്ടുണ്ട്, കൂടിക്കലർന്നിട്ടുണ്ട്. അതായത് രക്തം വെള്ളത്തോട് കൂടിക്കലർന്നിട്ടുണ്ട്, ആ വെള്ളത്തിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഇവിടെ ഹത്ത എന്നുള്ളത് ഹർഫ് ഇസ്തിനാഫിൻ്റെ ഹർഫാണ്. മാ എന്നുള്ള ശേഷം അത്തയ്ക്ക് ശേഷം വന്ന മാ അത് മുബത്തയാണ്, അതുപോലെ റഫ് ചെയ്യപ്പെട്ടതാണ്. ദിജ്ല എന്നുള്ളത് മുലാഫുൻ ഇലൈഹിയാണ്. അഷ്കലു എന്നതാണ് ഖബർ. അപ്പോൾ ശേഷമുള്ളതിന് മുമ്പ് കൊടുത്തതുമായി ഇറാബിൻ്റെ ഭാഗത്തിലൂടെ ഒരു ബന്ധവുമില്ല. മാത്രവുമല്ല ഇസ്മിയായ ജുംലയിലാണ് കടന്നത്. ഇനി രണ്ടാമതായി ഇസ്തിനാഫിയായ ഇബ്തിദായിയായ ഹത്ത വരുന്ന രൂപമാണ് ഇൻ ദഖലത്ത് അലൽ ജുംലത്തിൽ ഫീലിയത്തിൽ മബ്ദൂഅത്തി ബിഫിഇലിൻ മാളിൻ. മാളിയായ ഫീല് കൊണ്ട് തുടങ്ങപ്പെട്ട ഫീലിയായ ജുംലയുടെ മേൽ ഹത്ത പ്രവേശിച്ചു. അങ്ങനെ വരുമ്പോഴും അവിടെ ഇസ്തിനാഫിയാണ് ഹത്ത എന്നുള്ളത്. ഉദാഹരണം
വലാകിൻ മത്തഅതഹും വ ആബാഅഹും ഹത്താ നസുദ്ദിക്ർ. ഇവിടെ കണ്ട ഹത്താ നസുദ്ദിക്ർ. ഈ നസുദ്ദിക്ർ എന്നുള്ള ഫീലിയായ ജുംലയിലാണ് ഹത്ത പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹത്ത എന്നുള്ളത് ഇസ്തിഇനാഫിൻ്റെ ഹർഫാണ്. അതുപോലെ മറ്റൊരായത്ത് നോക്കാം. ഫസബറു അലാ മാ കുദ്ദിബു വഊദു ഹത്താ അതാഹും നസ്റുനാ. അതാഹും നസ്റുന എന്നുള്ളത് ഫീലിയായ ജുംലയാണ്. ഫീല് ഫായിലും വന്നിട്ടുണ്ട്. അവിടെയാണ് ഹത്ത പ്രവേശിക്കുന്നത്. ഇവിടെയും ഹത്ത എന്നുള്ളത് ഇസ്തിഇനാഫിൻ്റെ ഹർഫാണ്. അതുപോലെ സുമ്മ ബദ്ദൽന മകാന സയ്യിഅത്തിൽ ഹസനത ഹത്താ അഫൗ. അഫൗ എന്നുള്ളത് ഫീൽ ദമീറാണ്, ഫീലിയായ ജുംലയാണ്. അതിലാണ് ഹത്ത പ്രവേശിക്കുന്നത്. ഇവിടെയും ഇസ്തിഇനാഫിൻ്റെ ഹർഫാണ് ഹത്ത എന്നുള്ളത്. ഇനി മൂന്നാമത്തെ രൂപം. അപ്പോൾ ഒന്നാമത് ജറിൻ്റെ ഹർഫായി ഹത്ത വരുന്ന 2 സ്ഥലം, അതുപോലെ ഇസ്തിഇനാഫിൻ്റെ ഹർഫായി ഹത്ത വരുന്ന 2 സ്ഥലം നമ്മൾ വിശദീകരിച്ചു. മൂന്നാമതായി തകൂനു ഹർഫ അത്ഫിൻ ബിമൻസിലത്തിൽ വാവി. അത്ഫിൻ്റെ ഹർഫായിട്ട് ഹത്ത വരും വാവിൻ്റെ സ്ഥാനത്ത്. നമ്മൾ സാധാരണ പറയാറുണ്ട് ജാനി സെയ്ദുൻ, സെയ്ദൻ്റെ അരികിൽ വന്നു, വഅംറുൻ അമ്രും വന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഹത്ത എന്നുള്ളത് വാവിൻ്റെ സ്ഥാനത്ത് വാവിൻ്റെ അതേ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത്ഫിൻ്റെ ഹർഫായിട്ട് ഹത്ത വരുന്നുണ്ട്. ഉദാഹരണം അക്രംതുൽ ളുയൂഫ ഹത്തൽ ഫുഖറാ. അതിഥികളെ ഞാൻ സൽക്കരിച്ചു. ഹത്തൽ ഫുഖറാക്കളെയും സൽക്കരിച്ചു. ഇവിടെ ഹത്ത എന്നുള്ളത് അത്ഫിൻ്റെ ഹർഫാണ്. അപ്പോൾ ശേഷമുള്ളത് മഅ്തൂഫാണ്. അത് ശേഷം പറയുന്നത് അല്ലുയൂഫ എന്നുള്ളത് മഫ്ഊലും ബിഹി മൻസൂബാണ്. അക്രംതു എന്ന ഫീൽ മുലാരി, ഫീൽ ദമീർ ഫായിലാണ്, അതിൻ്റെ മഫ്ഊലാണ് ലുയൂഫ എന്നുള്ളത്. അവിടെ ഫത്തഹത്ത് കൊണ്ടാണ് നസ്ബ്. ഹത്ത എന്നുള്ളത് അത്ഫിൻ്റെ ഹർഫാണ്. ഫുഖറാ എന്നുള്ളത് മഅ്തൂഫൻ അല ലുയൂഫിൻ്റെ മേലിലാണ് അവിടെ അത്ഫ് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ ലുയൂഫിൻ്റെ ഇറാബാണ് ഇവിടെയും കൊടുക്കേണ്ടത്. അതുകൊണ്ട് അൽ ഫുഖറാ എന്നാണ് പറയേണ്ടത്. അവിടെ ഫുഖറാ എന്നുള്ളത് നസ്ബാണ്, ളാഹിറത്തായ ഫത്തഹത്ത് കൊണ്ടാണ് നസ്ബ്. ഈ രൂപത്തിൽ ഹത്ത എന്നുള്ളത് ഭാഷയിൽ 3 രൂപത്തിലാണ് വരുന്നത്.